ഹലോ കൂട്ടുകാരെ, പവിത്രത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്ന സമയത്ത് നമ്മുടെ രാധ വേദയുടെ കൈ പിടിച്ചിട്ട് പറയുന്നുണ്ട്, നീ അവനെ ഒഴിവാക്കി കൊടുക്കണം. അവൻ ഇനി എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും എന്നെ ശല്യം ചെയ്യില്ല, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ബുദ്ധിമുട്ടിക്കില്ല. നിങ്ങൾ ഇനി സുഖമായി കഴിഞ്ഞാൽ മതി. ഇനി ഞാൻ അവനെ കുറേ ആഗ്രഹിച്ചിരുന്നു, പക്ഷേ ഇനി ഞാൻ ഒരിക്കലും അങ്ങനെ ആഗ്രഹിക്കില്ല. നിങ്ങൾ സുഖമായി കഴിഞ്ഞാൽ മതി, ഞാൻ എങ്ങടെയെങ്കിലും പോയിക്കോളാം എന്നൊക്കെ പറഞ്ഞ് അവളെ കൈയൊക്കെ തൊഴുതിട്ടൊക്കെ അപേക്ഷിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ വേദ പറയുന്നുണ്ട്, എനിക്കറിയാം ഞാൻ ഇപ്പോൾ ചെയ്യണതൊക്കെ ശരിയാണ്, ഞാൻ എന്തിനു വേണ്ടിയിട്ടാണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഇപ്പം ഞാൻ നിന്നി പറയുന്നതൊന്നും കേൾക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വേദ പോകുന്നുണ്ട്. അപ്പോൾ പിന്നെ രാധ അവളെ വിളിച്ചിട്ട് എന്ന് വിളിച്ചിട്ട് പറയുന്നുണ്ട്, നീ ഒരിക്കലും ഗുണം പിടിക്കില്ല എന്നൊക്കെ പറഞ്ഞ് രാധ വേദയെ ശപിക്കുന്നുണ്ട്. എന്തായാലും വേദ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. വേദ ഉള്ളിൽ പോണ സമയത്താണ് നമ്മുടെ കമല വീണ്ടും വരുന്നുണ്ട്. കമല വന്നിട്ട് പറയുന്നുണ്ട്, എന്നോട് ഞാൻ പറഞ്ഞാൽ നീ കേൾക്കില്ല എന്ന് എനിക്ക് ഉറപ്പാണ്, പക്ഷെ അതാ ഈ ഫോണിൽ ഒരാൾ സംസാരിക്കുന്നുണ്ട്, നീ സംസാരിക്കുകയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഫോൺ വാങ്ങി സംസാരിക്കുമ്പോൾ അവളെ മുത്തശ്ശി വേദോട് പറയുന്നുണ്ട്, നീ ഒരിക്കലും വിക്രമിനെതിരെ പറയരുത്, അവൻ എന്തെങ്കിലും ചെയ്തതിന് എന്തെങ്കിലും ശരിയുണ്ടാവും, നീ അവൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കും, നീ അവൻ്റെ ഭാര്യ ആയപ്പോൾ തന്നെ നിന്നോട് ഒഴിഞ്ഞു പോയിക്കോളാൻ പറഞ്ഞിരുന്നു, കാരണം എൻ്റെ ഭാവി നന്നാവാൻ വേണ്ടിയിട്ട് അവൻ്റെ കൂടെ നശിക്കേണ്ടെന്നൊക്കെ വിചാരിച്ചിട്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, മുത്തശ്ശി ഞാൻ കണ്ടതല്ലേ, ഞാൻ കണ്ടത് ഒരിക്കലും പറയാതിരിക്കില്ല, ഇനി അതിൽ ആരെന്ത് പറഞ്ഞാലും ഞാൻ പറയുന്നൊക്കെ പറയുന്നത്. അപ്പോൾ മുത്തശ്ശി പറയുന്നത്, നീ എന്താച്ചാ ചെയ്യുമെന്ന് പറഞ്ഞ് ഫോൺ കട്ടാക്കുന്നുണ്ട്. പിന്നെ വേദ ഫോൺ വന്നിട്ട് കമല അടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നന്ദിനി അവിടെ നിന്ന് പറയുന്നുണ്ട്, ശരിയാണെന്ന് എൻ്റെ മുത്തശ്ശി പറഞ്ഞത് ശരിയാണ്, വിക്രമിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ശരി ഉണ്ടാവും, അല്ലാതെ അവൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരുള്ളിൽ പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ കമല നേരെ ചെല്ലുന്നത് വിക്രമിൻ്റെ അടുത്തേക്ക്. വിക്രമിനെ അവിടെ നിന്ന് കാണുന്നുണ്ട്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, അമ്മ എന്തിനാ അപ്പം ഇങ്ങോട്ട് വന്നതെന്നൊക്കെ പറഞ്ഞിട്ട്, എനിക്ക് വീട്ടിലിരുന്ന സമാധാനം ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട്, അമ്മ കരയേണ്ട, അമ്മ വിഷമിക്കേണ്ട, ഞാൻ എന്തായാലും വീട്ടിലേക്ക് വരും എന്നൊക്കെ പറഞ്ഞിട്ട്, അതിനെങ്ങനെ എൻ്റെ ഭാര്യയല്ല എനിക്കെതിരെ സാക്ഷി പറയണം, വേറെ ആരും സാക്ഷി പറയണില്ല, പക്ഷെ എൻ്റെ ഭാര്യയല്ലേ സാക്ഷി പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ അവളോട് ദേഷ്യപ്പെടേണ്ട, അവൾ സത്യത്തിൻ്റെ ഭാഗത്തല്ലേ നിൽക്കുന്നത്, അവൾ ന്യായമല്ലേ പറയണം, അവൾ കണ്ടതല്ലേ പറയണം, അതുകൊണ്ട് അമ്മ അവളോട് ഒരിക്കലും ദേഷ്യപ്പെടരുത് എന്നൊക്കെ പറയും. വിക്രം പറയുന്നുണ്ട്, ഞാൻ കുറേ ഇരുന്ന് ആലോചിച്ചു അമ്മയെ, അപ്പോൾ അവൾ പറയുന്നതാണ് ശരി, വേറെ ആരും ഇത് സാക്ഷി പറയാൻ മുതിരാതെ, എന്താ വെച്ചാൽ ഞാനൊരു ഗുണ്ടായതുകൊണ്ടാണ്, പക്ഷെ അവൾക്കത് ഒരു പേടിയില്ലാത്തതുകൊണ്ടല്ല അവൾ സാക്ഷി പറയണം, അതുകൊണ്ട് സാക്ഷി പറഞ്ഞോട്ടെ, അമ്മ ഒരിക്കലും അവളുടെ ഈ പേര് പറഞ്ഞ് ദേഷ്യപ്പെടരുതെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴേക്ക് പോലീസുകാരെ വിക്രമിനെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ കോടതിയിൽ എല്ലാവരും വരുന്നുണ്ട്. വേദന കാണുമ്പോൾ രാധയ്ക്കും എല്ലാവർക്കും ദേഷ്യം വരുന്നുണ്ട്. ശ്രീനിവാസൻ സാർ വരുന്നുണ്ട്, അയാൾക്കും ദേഷ്യം വരുന്നുണ്ട്. ബാലൻ സാർ എല്ലാവർക്കും വേദയെ കാണുമ്പോൾ ദേഷ്യം വരുന്നുണ്ട്. എന്തായാലും കോടതിയിൽ ഹാജരായി എല്ലാവരും. അപ്പോൾ അവിടെ നമ്മുടെ വാസവൻ്റെ വക്കീൽ പറയുന്നുണ്ട്, വിക്രമത്തിന് അവനോട് മുൻവൈരാഗ്യം കൊണ്ടാണ് ഇങ്ങനെ അടിച്ചിട്ട് എല്ലാതും ഇതാക്കിയത് അവനോടുള്ള ദേഷ്യം കാരണമാണ്, മുൻവൈരാഗ്യം ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മറ്റേ വക്കീൽ പറയുന്നുണ്ട്, അതിന് മുൻവൈരാഗ്യത്തിന് വിക്രമും അയാളും തമ്മിൽ ഒരിക്കലും കണ്ടിട്ടില്ലല്ലോ. വിക്രത്തിൻ്റെ വക്കീൽ പറയുന്നുണ്ട്, വിക്രമും അയാളും ഒരിക്കലും കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു ചായ തട്ടി മറിച്ചതിനാണ് വിക്രൻ വരുണിനെ അടിച്ചത് എന്നൊക്കെയാണല്ലോ പറയുന്നത്, പക്ഷേ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് മറ്റേ വക്കീൽ പറയുന്നുണ്ട്, എന്നാൽ എന്തുകൊണ്ട് വേറെ ഉള്ളവർ ആരും സാക്ഷി പറയാത്തതെന്നൊക്കെ പറയുന്നുണ്ട്. 100 കണക്കിന് ആൾക്കാരുണ്ടായിരുന്നു, അതൊരു സൂപ്പർ മാർക്കറ്റൊക്കെ ഉണ്ട് അവിടെ, എന്നിട്ടാണ് ആരും ഒരാൾ പോലും വിക്രത്തിനെതിരെ സാക്ഷി പറയാത്തതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം മറ്റേ വാസവൻ്റെ വക്കീൽ പറയുന്നുണ്ട്, അതിന് 100 കണക്കിന് ആൾക്കാരെ എങ്ങനെ സാക്ഷി പറയാം, എല്ലാവർക്കും പ്രോഗ്രസീവ് പാർട്ടി ആൾക്കാരെ പേടിയല്ലേ, പിന്നെ എങ്ങനെ സാക്ഷി പറയാം, അതുകൊണ്ടാണ് എല്ലാവരും പേടിച്ചിട്ടാണ് സാക്ഷി പറയാത്തതെന്ന് പറയുന്നുണ്ട്. പക്ഷേ ദൈവം സഹായിച്ചിട്ട് നമുക്ക് ഒരാൾ മാത്രമുണ്ട്, അവൾക്ക് ദൈവത്തിൻ്റെ അവിടെ കണ്ണുണ്ട്, അതുകൊണ്ട് ഒരാൾ സാക്ഷി പറയാൻ എത്തിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് വേദേനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും വക്കീൽ പറയുന്നുണ്ട്, വേദോട് സാക്ഷി പറയാൻ നീക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ വേദ നീട്ട് വരുന്നുണ്ട്, വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നുണ്ട്. ആ നിൽക്കുന്നത് കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇതുപോലുള്ള എപ്പിസോഡ് വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ കാണിക്കുന്നത് നാളത്തെ പ്രൊമോ ആണ്. നാളത്തെ പ്രൊമോയിൽ നമ്മളെ വേദ എന്തായാലും സാക്ഷി പറയുന്നുണ്ട് കേട്ടോ. സാക്ഷി പറഞ്ഞു കഴിഞ്ഞിട്ട് വേദോട് എല്ലാവർക്കും ദേഷ്യം വരുന്നുണ്ട്. എന്തായാലും വേദ വീണ്ടും ചെല്ലേണ്ടത് വീട്ടിലേക്ക് തന്നെ, വിക്രത്തിൻ്റെ വീട്ടിലേക്ക് തന്നെ ചെല്ലുന്നുണ്ട്. അപ്പോൾ നന്ദിനി അടുത്ത് പറയുന്നത്, നീ എന്ത് ധൈര്യത്തിലാടി ഇങ്ങോട്ട് കയറി വരണം, നീ ഇറങ്ങിപ്പോ, നിന്നോട് ഇപ്പോൾ ആരങ്ങോട്ട് കയറി വരാൻ പറഞ്ഞാൽ നീ ഇറങ്ങിപ്പോ എന്നൊക്കെ പറഞ്ഞിട്ട് ആട്ടി വരുന്നുണ്ട്. അപ്പോൾ വേദ പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ ഈ ജന്മം മുഴുവനും വിക്രമാണ് എൻ്റെ ഭർത്താവ്, എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലാണ് ഞാൻ ഈ ജന്മം മുഴുവൻ കഴിയാന്നൊക്കെ പറഞ്ഞിട്ട് അവൾ വാശിക്ക് വീണ്ടും കയറി പോകുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.